നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10 മികച്ച കൊറിയൻ ത്രില്ലർ സിനിമകൾ ഏതൊക്കെയാണെന്നാണ്. ഒരുപാട് കൊറിയൻ ചിത്രങ്ങളുണ്ട്. ഇത് ഒരു 10 ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി പാർട്ട് 1 ആണ്. ഇനി ഇതിൻ്റെ വേറെ അടുത്ത പാർട്ടുകളും വരും. IMDb റേറ്റിംഗ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു ഓർഡറിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് വീഡിയോ ആരംഭിക്കാം. 10ാമത്തെ ചിത്രം ഇത് കേസ്ഡ് ഡെഡ് മാൻ സ്പ്രേ. ഒരു വലിയ ഫാർമസ്യൂട്ടിക്കൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറെ വിചിത്രമായ കൊലപാതകങ്ങൾ. ഇതിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ കഥയാണ് ഈ ഒരു സിനിമ പറയുന്നത്. ഈ മൂവി ആക്ച്വലി കേസ്ഡ് എന്ന ഒരു വെബ് സീരീസിന്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ട് വന്ന ഒരു ചിത്രമാണ്. ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സും അതോടൊപ്പം തന്നെ ഒരുപാട് ത്രില്ലിംഗ് മൊമെന്റ്സും ഒക്കെ ഉള്ള ഒരു സിനിമയാണ് ഇത് ഈ കേസ്ഡ് ഡെഡ് മാൻസ് പ്രേ എന്ന സിനിമ. എന്നാൽ നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കുക. ഇതിന്റെ IMDb റേറ്റിംഗ് വന്നിരിക്കുന്നത് 6.0 ആണ്. 9ാമത്തെ ചിത്രം ലൂസിഡ് ഡ്രീംസ് എന്ന ചിത്രമാണ്. 3 വർഷം മുമ്പ് കാണാതായ തന്റെ മകനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു അച്ഛന്റെ കഥയാണ് ലൂസിഡ് ഡ്രീംസ് എന്ന സിനിമ പറയുന്നത്. അയാളുടെ അന്വേഷണം എങ്ങും എത്താതാകുമ്പോൾ അയാൾ തന്റെ ഒരു സുഹൃത്തിന്റെ സഹായത്തോടു കൂടി ലൂസിഡ് ഡ്രീംസോട്ട് പോവുകയും ആ ഒരു ലൂസിഡ് ഡ്രീംസ് വഴി തന്റെ മകനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതുമാണ് സിനിമയുടെ ഒരു ഇതിവൃത്തമായി വരുന്നത്. വ്യത്യസ്ത തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ചിത്രമാണ് ലൂസിഡ് ഡ്രീംസ്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇതിന്റെ IMDb റേറ്റിംഗ് വന്നിരിക്കുന്നത് 6.1 ആണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഒരു വേറിട്ട അനുഭവം തന്നെയാണ് ഈ സിനിമ. 8ാമത് വന്നിരിക്കുന്നത് ഇത് മിഡ്നൈറ്റ് എന്ന ചിത്രമാണ്. ഈ സിനിമ പറയുന്നത് ഒരു ബധിരയായ യുവതിയും അവരുടെ അമ്മയും കൂടെ അറിയാതെ ഒരു സീരിയൽ കില്ലറിന്റെ കൊലപാതകത്തിൽ തടസ്സമുണ്ടാക്കുന്നു. അതിനുശേഷം ആ സീരിയൽ കില്ലർ ഇവരെ കൊല്ലാൻ വേണ്ടി നടക്കുന്നതാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം. അതായത് ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ചേസ് പോലൊക്കെ വരുന്ന ഒരു ചിത്രമാണ് ഇത് മിഡ്നൈറ്റ് എന്ന് പറയുന്ന സിനിമ. ഇതിന്റെ ഒരു IMDb റേറ്റിംഗ് വന്നിരിക്കുന്നത് 6.4 ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കുക. 7ാമത്തെ ചിത്രം കൺഫെഷൻ എന്ന സിനിമയാണ്. ഈ സിനിമ പറയുന്നത് യൂമിൻ ഹോ എന്ന് പറഞ്ഞൊരു IT കമ്പനിയുടെ CEO ആയ വ്യക്തി, അയാൾ ഒരു മർഡറിന്റെ സസ്പെക്റ്റായി മാറുന്നു, ഒരു പ്രൈം സസ്പെക്റ്റായി മാറുന്നു. അയാളെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന യാങ്ഷിൻ എന്ന് പറഞ്ഞൊരു ലോയർ. യാങ്ഷിൻ ജീവിതത്തിൽ ഇതുവരെ ഒരു കേസ് പോലും തോറ്റിട്ടില്ല. അവർ ഇയാൾക്ക് വേണ്ടി വാദിക്കാൻ വരുന്നതൊക്കെയാണ് സിനിമയുടെ ഒരു കഥയായിട്ട് വരുന്നത്. ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് മൊമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ്. നമ്മൾ നല്ലപോലെ തന്നെ ഹുക്ക് ചെയ്യിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് കൺഫെഷൻ എന്ന സിനിമ. വേറെ ചില സിനിമയുടെ ഒക്കെ ഒരു സാമ്യം ഉള്ളതായിട്ടൊക്കെ നമുക്ക് തോന്നും. ഇതിനകത്ത് നമുക്ക് പല പെർസ്പെക്റ്റീവ് കൂടെയൊക്കെയാണ് ഓഡിയൻസിനെ ഈ സിനിമ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കൺഫെഷൻ എന്ന സിനിമ കണ്ടു നോക്കുക. ഇതിൻ്റെ IMDb റേറ്റിംഗ് വന്നിരിക്കുന്നത് 6.8 ആണ്. 6ാമത്തെ ചിത്രം ഇത് ഗാങ്സ്റ്റർ, ഇത് കോപ്പ്, ഇത് ഡെവിൾ എന്ന സിനിമയാണ്. ഈ സിനിമ എനിക്ക് ഒട്ടുമൊക്കെ എല്ലാ ആൾക്കാരും കണ്ടിട്ടുള്ളൊരു ചിത്രമാണ്. പ്രതികാരദാഹിയായ ഒരു ഗാങ്സ്റ്റർ അയാളെ ആക്രമിച്ച് ഒരു സീരിയൽ കില്ലറിനെ തപ്പിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഡിറ്റക്റ്റീവിൻ്റെ സഹായം നേടുന്നു. ഇതാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം. ചെറിയൊരു പ്രിമൈസ് ആണ്, പക്ഷേ ഭയങ്കര രസമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തൊരു ചിത്രമാണിത്. ഈ സിനിമയ്ക്ക് ഒരുപാട് നല്ല ഫാൻ ഫോളോയിങ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ IMDb റേറ്റിംഗ് വന്നിരിക്കുന്നത് 6.9 ആണ്. 5ാമത്തെ ചിത്രം ഹവായ് ദി മോൺസ്റ്റർ ബോയ് എന്ന ചിത്രമാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള ഒരു പയ്യൻ്റെ കഥയാണ്. മോൺസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പയ്യനെ 5 ഗ്യാങ്സ്റ്റേഴ്സ് ചേർന്ന് എടുത്ത് വളർത്തുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഒരു പെർഫെക്റ്റ് അസാസിനാക്കി മാറ്റാൻ വേണ്ടി. 5 ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ കൂടെ വളരുന്നതുകൊണ്ട് തന്നെ അവനൊരു നല്ലൊരു അസാസിനായിട്ട് മാറുന്നുണ്ട്. പക്ഷേ പിന്നീട് അവൻ്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള അറിവുകൾ കിട്ടുകയും ബാക്കി കാര്യങ്ങളാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ ഒരുപാട് സംഭവബഹുലമായ കുറേ സാഹചര്യങ്ങളൊക്കെ സിനിമ വരുന്നുണ്ട്. നല്ല കിടിലൻ ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉള്ള ചിത്രമാണിത്. ഇതിൻ്റെ IMDb റേറ്റിംഗ് വന്നിരിക്കുന്നത് 7.0 ആണ്. 4ാമത്തെ ചിത്രം ഇത് കോൾ എന്ന സിനിമയാണ്. ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ ഒരു വല്ലാത്ത രീതിയിലാകും. നമ്മുടെ ഒരു ഇമാജിനേഷനൊക്കെ അപ്പുറം നിൽക്കുന്ന ഒരു തോട്ടൊക്കെ ഒരു സിനിമയാണ്. കാര്യം ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് 2 സ്ത്രീകൾ അവർ ഫോൺ വഴി സംസാരിക്കുന്നു, ബന്ധപ്പെടുന്നു. പക്ഷേ ഇതിലൊരു മെയിൻ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സ്ത്രീകളും 2 കാലഘട്ടത്തിലാണുള്ളത്. അതായത് ടൈം ട്രാവൽ പോലത്തെ ഒരു പല കൺസെപ്റ്റുകളൊക്കെ ഉള്ളൊരു സിനിമയാണ് ഇത് കോൾ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നിങ്ങളുടെ മൈൻഡൊക്കെ ഒരു ലെവൽ പോലെ കിളി പോകുന്നൊരു സംഭവമാണ് ഈ ചിത്രം. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടു നോക്കുക. ഇതിൻ്റെ IMDb റേറ്റിംഗ് വന്നിരിക്കുന്നത് 7.1 ആണ്. 3ാമത്തെ ചിത്രം ഇത് ഫോർഗോട്ടൻ എന്ന സിനിമയാണ്. എനിക്കൊന്ന് ഈ സിനിമ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഈ സിനിമയുടെ കഥ ഇപ്രകാരമാണ്. ജിൻസുക് എന്നൊരു യുവാവ്, അയാൾ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അതോടൊപ്പം തന്നെ മൂത്ത ചേട്ടൻ്റെ കൂടെ ഒക്കെ പുതിയ വീട്ടിലോട്ട് താമസം മാറുകയും പിന്നെ ഇവൻ്റെ മൂത്ത ചേട്ടൻ കാണുകയാണ് ജിൻസുക്കിനെ ആരോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നതായിട്ട്. പക്ഷേ ഒരു 19 ദിവസത്തിന് ശേഷം ഈ ജിൻസുക്ക് തിരിച്ചു വരികയാണ്. പക്ഷേ അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ജിൻസുക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് സിനിമയുടെ പ്രധാന ഇത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും അടിപൊളിയായിട്ട് നിങ്ങളുടെ കിളി നല്ല വെളുപ്പിന് പോകുന്നൊരു സിനിമയാണ്. നിങ്ങൾ തീർച്ചയായും കണ്ടു നോക്കുക. IMDb റേറ്റിംഗ് വന്നിരിക്കുന്നത് 7.4 ആണ്.
രണ്ടാമത്തത് ദി വെയിലിംഗ് എന്ന ചിത്രമാണ്. ഈ സിനിമ പറഞ്ഞത് ഒരു ജപ്പാനീസ് മനുഷ്യൻ, അയാളാണെങ്കിൽ ഒരു ഗ്രാമത്തിലോട്ട് എത്തും, അതായത് ഒരു സൗത്ത് കൊറിയൻ മലയോര പ്രദേശത്ത് എത്തുകയും അയാൾ വന്നതിന് ശേഷം അവിടെ ഒരു വൈറസ് പടരുകയും അങ്ങനെ ആൾക്കാരൊക്കെ വയലന്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ ഈ ഒരു കേസിൽ ഇൻവോൾവ് ആകുന്നു. കാര്യം അയാളുടെ കുട്ടിയും ഒരു ഡേഞ്ചർ അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇതാണ് ഈ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇതിൽ ഒരുപാട് ത്രസിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ഉള്ളൊരു സിനിമയാണ്. ഭയങ്കര ഇമോഷണലി കണക്റ്റൊക്കെ ആവുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ IMDb റേറ്റിംഗ് വന്നിരിക്കുന്നത് 7.4 ആണ്. ഒന്നാമത്തെ ചിത്രം ഈ ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമയാണ് പാരസൈറ്റ്. പാരസൈറ്റ് എന്ന് പറഞ്ഞ ചിത്രം എനിക്ക് തോന്നുന്നു ത്രില്ലറിനേക്കാൾ ഉപരി ഒരുപാട് കാര്യങ്ങൾ ഓഡിയൻസിന് പറഞ്ഞു കൊടുത്തൊരു സിനിമയാണ്. കാര്യം ഈ ക്ലാസിന്റെ വ്യത്യാസവും അതായത് പണക്കാരുടെയും പാവപ്പെട്ടവൻ്റെയും തമ്മിലുള്ള ഒരു പ്രശ്നവും ഇതിനെയൊക്കെ കാണിച്ചു തന്നൊരു സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഒരു ത്രില്ലർ എലമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലെയറുകളൊക്കെ ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് പ്രശംസ നേരിട്ടൊരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അതുകൊണ്ടാണ് ഈ സിനിമ ഞാൻ ഫസ്റ്റ് നമ്പർ വെച്ചത്. എനിക്കറിയാം ഒരുപാട് ആൾക്കാർ ഇതിനെ ഒരു ത്രില്ലർ പടമായിട്ട് ചിലപ്പം കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ എനിക്കിതിലൊരു ത്രില്ലിങ് എലമെൻറ്റും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഫസ്റ്റ് പൊസിഷനിൽ വെച്ചിരിക്കുന്നത്. ഇതുവരെ ആരും ഈ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമയാണിത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു IMDb റേറ്റിംഗ് വന്നിരിക്കുന്നത് 8.5 ആണ്. അപ്പോൾ ഗൈസ് ഇതാണ് ഈ ഫസ്റ്റ് പാർട്ടിലെ ഒരു ടോപ്പ് 10 മൂവീസ്. ഇനി അടുത്ത പാർട്ടുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നതായിരിക്കും. ബൈ.